സാറിന് പറ്റിയൊരു കച്ചവടം ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ചുങ്കത്രക്കാരെന്ന കച്ചവട ഗ്രൂപ്പ് ഉണ്ട്. സാറ് ചുങ്കത്രയെന്ന് കയറെടുത്ത് ആലിക്കോയക്ക് മറിച്ച് വെക്കണം. നല്ല ലാഭം കിട്ടുന്ന ബിസിനസ് അല്ലേ? ഈ ചുങ്കത്രക്കാരെങ്ങനാ? കച്ചവടത്തിലൊരു പറ്റിപ്പോ മായമോ ഇല്ലാത്ത നല്ല കീർത്തിയ കക്ഷികളാ. ആലിക്കോയേക്കാളും വില തരാമെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ അവിടെ നിന്ന് വരുന്നതിലും കുറവല്ലേ ഉള്ളൂ. ഈ കച്ചവടത്തില് വിടക്കാക്കിട്ട് എനിക്കാക്കാന്നൊരു ഏർപ്പാടുണ്ടെന്ന് ഇത്രയും കാലമായിട്ട് എനിക്ക് അറിയാൻ മേലെ അവരുടെ കുട്ടി. താൻ ആലിക്കോയായിട്ട് തെറ്റിയ സ്ഥിതിക്ക് തനിക്ക് ഇനി ആജീവനാണ് ചുങ്കത്തറയെ കച്ചവടം ചെയ്യാൻ പറ്റൂ. അതും ഞാൻ പറയുന്ന പോലേക്ക്. അങ്ങനെ തന്നെ പറ്റിക്കാം. അവരുടെ കുട്ടി എന്റെ മോൻ അനിയപ്പനെ അറിയാമല്ലോ. അവന് ഈ വീടിന്റെ മുന്നിൽ നിന്ന് ആരെങ്കിലും ഒറ്റ വെക്കുന്ന ഇഷ്ടമല്ല. അവൻ വന്നു ചെന്നാട്ടെ. കുറച്ച് കയറെടുക്കാൻ വന്നാ. ഇതിന് മുമ്പ് കൂടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഞാൻ കുറച്ച് തെക്കുന്ന. ഈ 2 പിരിയം കയറാണോ അതോ 30 പിരിയം കയറാണോ വേണ്ടത്? ഇതിൽ 5 രൂപ കയറും ഉണ്ട്, 6 രൂപ കയറും ഉണ്ട്. നേരാ വേണ്ട. ഇതിലേതെടുത്ത് കച്ചവടം ചെയ്താലാ ലാഭം കിട്ടുകയെന്ന് എനിക്കും അറിയാം, മുതലാളിക്കും അറിയാം. പിന്നെ നമ്മൾ തമ്മിൽ എന്തിനാ ഇങ്ങനെ ഒരു ഓണപ്പരീക്ഷ? ചെല്ലപ്പാ, ഇളകി ഇരിക്കുന്ന ആസ്പത്രി സീറ്റ് നന്നാക്കാൻ ആളെ കിട്ടുക. വരവ് മേസ്ത്രിയെ നമ്മൾ പറയുന്ന കൂലിക്ക് വരൂ. മേസ്ത്രി ചേർത്തലേ പണിക്ക് വരിക. കാറും കൂളൊക്കെ ഉള്ള സമയം പെട്ടെന്ന് വേണം. ശരി. എത്ര കാശിനാ കയറ് വേണ്ടേ? ഒരു 3000 ഇരുന്നോട്ടെ. 3000-നാണെങ്കിലോ 3600 മുടിയാ. അതല്ല, രൊക്കം 10,000 എടുത്താ 20,000 മുടി കയറാ. കച്ചവടത്തിന് എടുക്കുമ്പോ എപ്പോഴും കൂടുതൽ എടുക്കുന്നതാ ലാഭം. അതെനിക്കറിയത്തില്ലേ, നല്ല ക്വാളിറ്റി സാധനമല്ലേ. 10,000 തന്നെ ഇരുന്നോട്ടെ. എല്ലാരും വാങ്ങിച്ചതൊക്കെ കൊടുത്തു കഴിഞ്ഞ അബ്ദും കൂടി വരാനുണ്ട്. അവനാ കൂടുതൽ കിട്ടിയിട്ടുള്ളത്. അവൻ വന്നിട്ട് വിട്ടാ മതി. വാങ്ങിച്ചാ തിരിച്ചു കൊടുക്കാത്ത ആളാണ് ആലിക്കോയ എന്നൊരു ചീത്തപ്പേരുണ്ടാവരുത്. എന്താ? ഞാൻ കുറച്ച് ചരക്ക് കൊടുക്കാൻ വന്നതാ. ഇവിടെ പ്രശ്നം വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ വന്നോളാം. എന്ത് പ്രശ്നം? ഈ കണ്ടതൊന്നും കാര്യാക്കണ്ട. അബ്ദു, നീ എവിടെ പോയി കിടക്കായിരുന്നു? ആറാട്ടുപുഴ പോയിരുന്നു. തിരിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. ഈ കച്ചവടം ഒന്ന് കഴിഞ്ഞോട്ടെ. നിനക്ക് കിട്ടിയത് മുഴുവൻ തിരിച്ചു കൊടുത്തോ? എവിടുന്നാ? അക്കരെന്നാ. ആലിക്കോയന്റെ അടുത്ത് കച്ചവടം ചെയ്യണമെന്ന് അക്കരെന്നാരും പറഞ്ഞില്ലേ? ഞാൻ അക്കരക്കാരനൊന്നുമല്ല ഭായി, കച്ചവടത്തിന് വന്നതാ. എനിക്ക് ഈ ചരക്ക് എടുത്തോണ്ട് ഇതിന്റെ വില ഇഞ്ഞു തരണം. എത്ര മുടിയുണ്ട്? മുടിയോ? കയറെത്ര മുടിയുണ്ടെന്ന്? കയറ് 20,000. ചുങ്കത്തറന്ന് വാങ്ങിയതാ? അതെ. അപ്പോ 5,000 തരാം. എന്താ ഭായി ഇങ്ങനെ കണ്ണീച്ചോര ഇല്ലാതെ വില പറയുന്നത്? 20,000 മുടി കയറിന് 5,000 രൂപ. മുടിക്കണക്കും തൂക്കമൊക്കെ ശരിയായിരിക്കും, പക്ഷെ ഇത് കരിമണൽ കയറ്റി തൂക്കം കൂട്ടിയ കയറാം. ചുങ്കത്തറക്കാര് നിന്നെ പറ്റിച്ചതാ. സത്യമാണോ ഈ പറയുന്നത്? നീ എവിടെ വേണമെങ്കിൽ ചെന്ന് അന്വേഷിച്ചു നോക്ക്. അപ്പോ 5,000-ന് ഉറപ്പിക്കാം അല്ലേ? അത് പറ്റത്തില്ല, മുതലാകത്തില്ല. ഇവിടെ കച്ചവടം ചെയ്യാൻ കൊണ്ടുവന്നാണെങ്കിൽ ഇവിടെ കച്ചവടം ചെയ്തിട്ട് പോയാ മതി. അങ്ങനെ തന്നെ വിരട്ടി കച്ചവടം ചെയ്യാനാണെങ്കിൽ ഈ നാട്ടിൽ പോലീസും കോടതിയൊക്കെ ഉള്ളതാ. ആണോ? എങ്കിൽ പറഞ്ഞോ. സ്ഥലം ഇസയ്യാ നിൽക്കുന്നത്. ഞാനുമായിട്ടൊന്ന് ഉടക്കി. അപ്പോ ഞാനൊരു സസ്പെൻഷൻ വാങ്ങിച്ചു കൊടുത്ത് അജയൻ കൊലക്കേസിന്റെ പേര് പറഞ്ഞ് എന്റെ ഈ പിള്ളേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇടിച്ച് ആ ഇടി മുഴുവൻ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ വിളിച്ചോണ്ട് വന്നതാ. ഭായി, നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കും. നിങ്ങള് വീരശൂര പരാക്രമി തന്നെ. അജയൻ കൊലക്കേസിന്റെ പേരും പറഞ്ഞ് നിരപരാധികളായ നിങ്ങളെയൊക്കെ പീഡിപ്പിച്ച് ഇവനെയൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യണം. അജയനെ കൊന്നത് ആലിക്കോയാണെന്ന് പറഞ്ഞു നടക്കുന്ന അക്കരയിലെ പുളുന്നാന്മാരെ ഇപ്പൊ തന്നെ ഇത് അറിയിക്കണം. അങ്ങനെ വിട്ടാലും കൊള്ളില്ല. ഇവിടെ വെള്ളം എടുക്കണോ? എന്താടോ നോക്കി നിൽക്കുന്നത്? അക്കരക്ക് വെള്ളം എടുക്കാൻ. ആലിക്കോയാണ് കളിച്ചാ വിവരം അറിയുന്ന ഇന്നത്തോടെ അവന്മാര് പഠിക്കും. ഇല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കും. തന്ത്രശാലിയാ, പക്ഷേ ചുങ്കത്തറക്കാര് വിറ്റ മുതൽ തിരിച്ചെടുക്കില്ല. പിന്നെ എവിടെ പോവാൻ? അവൻ ഇവിടെ തന്നെ വരും. ഇനി വരുമ്പോ വില ഇനിയും കുറയും. എന്റെ ഗംഗ, ഒന്നും പറയണ്ട. ഈ പറ്റ് തന്നു തീർത്തില്ലെങ്കിൽ ഇവിടുന്ന് ഒരു തുള്ളി തരില്ല. കൊച്ചിഷ്ണ, നീ ഒന്ന് പറയടാ. മുതലാളി, ഈ ഗോവിന്ദേട്ടൻ നമ്മുടെ സ്ഥിര ആളല്ലേ?
കൊടുക്കരുത്. ഈ കായലിലെ വെള്ളം മുഴുവൻ ചാരായും ഇതിലെ നീ മുഴുവൻ വറുത്ത മീനുമായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നേനെ. ഞാൻ ബായെ കാണാൻ വന്നതാ. എന്തിന്? നീ ആലിക്കോയുടെ അടുത്ത് കച്ചവടത്തിന് പോയതൊക്കെ ഞാൻ അറിഞ്ഞു. എന്റെ മോനെ കൊന്നുവിനോട്ട് കച്ചവടം നടത്തിയിട്ട് എന്നെ കാണാൻ വന്നേക്കുന്നു. ഒരു കാലടിച്ചാലോ എന്റെ വക. വാ. തൊഴിലാളികൾ കൂലി കൂട്ടി കിട്ടാതെ വിഷമിക്കുന്ന ഈ സമയത്ത് അവരുടെ നേതാവായി ഞാൻ നല്ല മധുരമുള്ള ഐസ്ക്രീമോ ആപ്പിൾ ജ്യൂസോ കുടിച്ച് സന്തോഷിക്കുകയല്ലോ. വയറ് കത്തുന്ന ചാരയല്ലേ കുടിക്കുന്നത്. പിന്നെ ഏതർത്ഥത്തിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല നിങ്ങൾ പറയുന്നത്? ഒരു കാല് ഇയാളുടെ വക. ഭായിക്ക് വിഷമമായിന്ന് എനിക്കറിയാം. നീയായിട്ടൊരു ബന്ധമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഞാൻ വാങ്ങിത്തരുന്ന ചാരായം കുടിക്കാൻ പോകുന്നു. ചാരായത്തിനോട് എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. ദാ, അടപ്പ് വിഴുങ്ങല്ലേ. ഭായിയുടെ വിഷമം മാറ്റാൻ ഞാനൊരു ഒറ്റ വഴിയെ കാണുന്നത്. എന്റെ കയ്യിൽ ഇപ്പൊ ഒരു 5000 രൂപയുടെ കയറുണ്ട്. ഭായി അത് പണയമായിട്ട് എടുത്തിട്ട് എനിക്കൊരു 500 രൂപ തന്നാ മതി. എനിക്ക് ബുദ്ധിയില്ലതല്ലേ മോള് പറയാറ്. ഞാൻ ഇന്നൊരു ഭയങ്കര ലാഭക്കച്ചവടം നടത്തി. ഈ കിടക്കുന്ന 5000 രൂപയുടെ കയറ ഞാനിത് വെറും 500 രൂപയ്ക്ക് പണയത്തിനെടുത്തു. ആരുടെ കയ്യിൽ നിന്ന്? പുതിയതായിട്ട് കച്ചവടത്തിന് വന്നവനില്ലേ 10 രൂപ പത്രിപനോ? പവിത്രൻ. കാശ് കൂടെ കൊടുക്കേന്ന് എടുത്ത കേട്ടോ. ഒരു പണയത്തിന് രൂപ 4500 ലാഭം. എങ്ങനെയുണ്ട് അച്ഛന്റെ ബുദ്ധി? നല്ല മന്ദബുദ്ധി. ദൈവമേ, ഇവിടെയും കയറോ? അതെ അച്ഛൻ പണയത്തിനല്ല അയാളുടെ കയ്യിൽ നിന്ന് സാധനം മേടിച്ചത്. അതെ. ആ 500 രൂപ തരും അച്ഛന് സാധനം തിരിച്ചു കൊടുക്കണ്ടേ? കൊടുക്കണം. അതുവരെ കയർ ഇവിടെ സൂക്ഷിക്കുകയും വേണം. സൂക്ഷിക്കണം. അപ്പൊ നമ്മൾ എവിടെ കിടക്കും? അച്ഛനെ കുടിപ്പിച്ച് പൂസാക്കി തറവാടക പോലും തരാതെ കയർ ഇവിടെ സൂക്ഷിക്കാൻ അയാളെ കണ്ടെത്തിയ ബുദ്ധിയാ ഇത്. അത് ശരിയാണല്ലോ. എടാ സാമദ്രോഹി. ഒരു 9000 രൂപ തന്നിട്ട് മുഴുവൻ തിരക്കും ഭായി എടുത്തു. എന്നിട്ട് നമ്മുടെ ഈ കാലിലെ പൊടി തട്ടി കളയുന്ന ചവിട്ടി ഉണ്ടാക്കുന്ന ബിസിനസ് തുടങ്ങാമല്ലോ. ചവിട്ടി ഉണ്ടാക്കാൻ പറ്റിയ ബെസ്റ്റ് കയറാ എന്റെ ഇരിക്കുന്നത്. ബെസ്റ്റ് കയറാ. അതിലിപ്പോഴേ കരിമണലുള്ളോണ്ട് ആരും ചവിട്ടി കൂടുതൽ മണലാവുന്നുള്ള പേടി വേണ്ട. കരിമണലോ? ഇല്ലാവചനം പറയരുത് കേട്ടോ. ചുങ്കത്തറക്കാർ ഇയാളുടെ കയ്യിൽ നിന്ന് 10000 രൂപ വാങ്ങിച്ചിട്ട് പാതി വിലക്കുള്ള കയറ് കൊടുത്ത് ഇയാളെ പറ്റിച്ച കാര്യം ഞങ്ങളൊക്കെ അറിഞ്ഞു. അത് ശരി. അപ്പൊ താൻ എന്നെ പറ്റിക്കാൻ നോക്കിയായിരുന്നല്ലേ? അതെ, എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് പണയമായി വാങ്ങിച്ച 500 രൂപ തിരിച്ചു തന്നിട്ട് മര്യാദയ്ക്ക് വീട്ടിൽ നിന്ന് കയറെടുത്തിട്ട് പോ. 500 രൂപ ചെലവായിപ്പോയി. എന്ന് പറഞ്ഞ എങ്ങനാ? ഞങ്ങൾ ഇവിടെ കിടക്കും. ഈ പണയക്കാശ് തിരിച്ചു വാങ്ങിക്കാതെ പണയ വസ്തു തിരിച്ചെടുക്കുമെന്ന് പറയുന്നത് എവിടത്തിനാവാ? അത് മാത്രമല്ല, ഞാനവിടെ സ്ഥിരമായിട്ട് വെക്കാനൊന്നും പോകുന്നില്ല. അത് ഞാൻ ഈ കരയെ തന്നെ കച്ചവടമാക്കും. ഈ പരാജയം എന്ന് പറയുന്ന വാക്ക് എന്റെ നിഘണ്ടുവിലില്ല. ഈ നിഘണ്ടു വാക്ക് വാങ്ങിക്കുമ്പോ എല്ലാ വാക്കും ഉണ്ടോന്നൊക്കെ നോക്കിട്ട് വാങ്ങിച്ചൂടെ? അപ്പൊ എന്ത് വാങ്ങിച്ചാലും കളിപ്പിന് പറ്റാറുണ്ടല്ലേ? താൻ കയറ് കച്ചവടാക്കിയാലും ഇല്ലെങ്കിലും 24 മണിക്കൂറിനകം എന്റെ വീട്ടിൽ നിന്ന് കയറ് കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് താൻ അറിയും. നിങ്ങളല്ലാതെ ആരെങ്കിലും ചുങ്കത്തറ കച്ചവടത്തിന് പോവൂ? ഞാൻ പോയതല്ലേ ഭായി, എന്നെ പെടുത്തിയതാ. ആര്? ഒരു കൊടന്തളപ്പൻ. അവനെ ഞാൻ വിടത്തില്ല.